രാവിലെ എണീറ്റപ്പോൾ പൊതിച്ചോറ് കഴിക്കാൻ ഒരു മോഹം. എന്നാൽ പിന്നെ ഉള്ള കറികൾ വെച്ചങ്ങ് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വൻപയർ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തോരനാക്കി എടുക്കാമെന്ന് വെച്ചു. അതിനായിട്ട് ഇതാ ഒരു സബോളയുടെ പകുതി, ഒരു മീഡിയം സബോളയുടെ പകുതിയാണ് കേട്ടോ, അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ 2 ചെറിയ അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ കടുക് പൊട്ടിച്ചു, നമ്മുടെ സബോള അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇടത്തുള്ളൂ. അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു, നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പൊടികളായിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ തേങ്ങ ചിരകിയതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേന് ആ തേങ്ങ തിരുമ്മിയതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുക കേട്ടോ. ആവി കയറി കഴിഞ്ഞപ്പോഴത്തേന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ നമ്മുടെ പയറുതോരൻ. അപ്പോഴത്തേനും നമ്മുടെ പയറുതോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചുട്ടരച്ച ചമ്മന്തി റെഡിയാക്കാൻ പോകണം കേട്ടോ. അതിലേക്കൊരു പപ്പടം കുത്തിയിൽ ഞാൻ 2-3 ചുവന്നുള്ളി ഗ്യാസ് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചുട്ടെടുത്ത് അതേ ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് വറ്റൽമുളകും കൂടെ അതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പുളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും തേങ്ങയും കൂടെ വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മുടെ ചമ്മന്തി റെഡിയായി. പിന്നെ നമ്മൾ പരൽ മീനാണ് കേട്ടോ, ആറ്റുമീനില്ലേ, അത് വറക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വറക്കാൻ വേണ്ടിയിട്ട് ഇട്ടു. പിന്നെ നമ്മൾ പച്ചമോരും കൂടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് ചതച്ചെടുത്തു. അതിലേക്ക് മോരും കൂടെ ഒന്ന് ഉടച്ചെടുത്തിട്ട് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തപ്പോൾ നമ്മുടെ പച്ചമോരും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമോര് ഞാൻ പൊതിയിലേക്ക് ഒഴിക്കുന്നില്ല, നമ്മൾ കഴിക്കാൻ നേരത്തെ എടുത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളൊരു മുട്ട വറുത്തെടുക്കുന്നുണ്ട്. നമ്മുടെ പൊതിച്ചോറിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമല്ലേ. അപ്പം ഉള്ളിയും നമ്മുടെ പച്ചമുളക്, പിന്നെ തേങ്ങ ഇട്ടിട്ടുണ്ട്, കുറച്ച് തേങ്ങയും കുരുമുളക് പൊടിയും മുളക് പൊടി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, ഇത്രയും കൂടി ഇട്ട് മുട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാത്രം കിടന്ന് ഡാൻസ് കളിക്കുന്നതിന് ഒരു കയ്യിൽ വീഡിയോ എടുക്കുന്നുണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട വറക്കാനായിട്ട് അതും റെഡിയാക്കി. പിന്നെ ഇതാ നമ്മുടെ മീനപ്പത്തേന് വറുത്തെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇലയും കൂടെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇലയും കൂടെ വാട്ടി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ മുട്ട വറക്കാൻ വേണ്ടിയിട്ട്, മുട്ട ചൂടോടുകൂടി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയും കൂടെ റെഡി ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് പൊതിച്ചോറ് കെട്ടാൻ തുടങ്ങാം കേട്ടോ. പിന്നെ മുട്ട വറുത്തുകൊണ്ട് നമ്മുടെ ചോറ് കുത്തിരി ചോറാണ് കേട്ടോ. കുത്തിരി ചോറുണ്ട്, മീൻ വറുത്തുണ്ട്, പിന്നെ നമ്മൾ മുട്ട വറുത്ത് ആദ്യം പറഞ്ഞല്ലോ, മുട്ട വറുത്തത്, പിന്നെ പയർ തോരനുണ്ട് കേട്ടോ, വൻപയർ തോരൻ. പിന്നെ എന്തായിരുന്നു, പിന്നെ മോര്, പച്ചമോരുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചുട്ടരച്ച ചമ്മന്തി, പിന്നെ അച്ചാറാണ് കേട്ടോ. അച്ചാർ നമ്മുടെ നാരങ്ങയും ഈന്തപ്പഴവും കൂടി ഇട്ട് വെച്ചിരുന്ന അച്ചാറാണ്. അപ്പോൾ അച്ചാർ ഇത്തിരിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ചോറിലേക്ക് അച്ചാറും കൂടെ ഉള്ളത് നല്ലതല്ലേ. അപ്പോൾ ഉള്ളത് വെച്ച് അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതിന് പേപ്പറൊക്കെ എടുത്ത് നിവർത്തിയിട്ടു, ഇലയൊക്കെ നമ്മൾ വാട്ടിയ ഇലയൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ നമ്മൾ ചോറിട്ട് കൊടുക്കുവാണേ. അപ്പോൾ ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുത്തു. പിന്നെ കറികൾ ഓരോന്നായിട്ട് വയ്ക്കുവാണ്.
അപ്പോൾ ഇതാ എല്ലാം എടുത്ത് വെച്ചിട്ട് പൊതിഞ്ഞെടുക്കണം കേട്ടോ. പൊതിയാൻ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലെങ്കിലും ഈ പ്രാവശ്യം എന്തോ നന്നായിട്ട് വന്നിട്ടുണ്ടേ. അത്യാവശ്യം കുഴപ്പമില്ലാതെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാം പൊതിയാക്കി റെഡിയാക്കിയിട്ട് വെച്ചു. ഒരു 11:30 കഴിഞ്ഞപ്പോൾ വെച്ചാണ് കേട്ടോ. പിന്നെ ഒരു 2-2:30 ആയപ്പോഴത്തേനാണ് എടുത്ത് കഴിച്ചത്. എൻ്റെ പൊന്നോ, അപ്പോൾ ഇല തുറന്നപ്പോൾ ഒരു മണോ, അയ്യോ എന്തോ ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ പൊതിച്ചോറ് കഴിക്കാൻ ഇപ്പം തന്നെ ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി റെഡിയാക്കിക്കോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.